ചക്കയെപ്പോലെ നിറയെ മുള്ളുകളുള്ള ഈ മരം പണ്ടൊക്കെ നമ്മുടെ തൊടിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ഗുണം അധികം അറിഞ്ഞിരുന്നില്ല. പിന്നീട് ക്യാൻസറിനെ ചെറുക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പഴത്തിൻ്റെ പുറകെയായി. മുള്ളാത്ത, മുള്ളൻ ചക്ക, സോൾസോപ്പ്, ലക്ഷ്മൺ പഴം, ഹനുമാൻ പഴം എന്നൊക്കെ നിരവധി പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും വിറ്റാമിൻ സി മറ്റു പോഷകങ്ങളുടെയും കലവറയാണ് നമ്മുടെ മുള്ളാത്ത. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ പഴത്തിന് വലിയൊരു പങ്കുണ്ട്. കൂടാതെ ധാരാളമായിട്ട് ഇതിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും. വീക്കം കുറയ്ക്കാനുള്ള കഴിവും മുള്ളാത്തയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധിവേദനയെല്ലാം അനുഭവിക്കുന്നവർക്ക് മുള്ളാത്ത നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ സോഡിയം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ മുള്ളാത്ത ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ദഹന പ്രക്രിയ, ക്ഷീണം, രോഗപ്രതിരോധ ശേഷി എന്നിവയിലെല്ലാം വർദ്ധിക്കാനും നമ്മുടെ വയറു സംബന്ധമായ അസുഖങ്ങൾക്കും വളരെ ഉത്തമമാണ് മുള്ളാത്ത. പുളിപ്പും മധുരവും ചേർന്ന രുചിയാണ് മുള്ളാത്തയ്ക്ക്. ഇത് നമുക്ക് കറി വെച്ചും കഴിക്കാവുന്നതാണ്. കൂടാതെ പഴുത്തു കഴിഞ്ഞാൽ പഴമായും കഴിക്കാവുന്നതാണ്. ഈർപ്പമുള്ള ഇടത്ത് ധാരാളമായിട്ട് പഴം തരുന്ന ഒന്നാണ് മുള്ളാത്ത. സീതപ്പഴത്തിനേക്കാൾ കുറച്ചുകൂടെ ഉയരത്തിൽ പോകുന്ന ഈ മരത്തിൽ 3 വർഷത്തിനുള്ളിൽ കായകൾ ഉണ്ടായി തുടങ്ങും. വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഈ മരത്തിൽ ഒരു വർഷം പലതവണ ഫലങ്ങളുണ്ടായി കാണാറുണ്ട്. നമുക്ക് ഭംഗിയായി പ്രൂൺ ചെയ്ത് നിർത്തിയാൽ പഴങ്ങൾ പൊട്ടിക്കാനും എളുപ്പമാണ്. കിളികൾ കൊണ്ടുപോയുമില്ല. വിഷമടിച്ചു വാങ്ങുന്ന പഴങ്ങൾക്ക് പുറകെ പോകാതെ നമുക്കും നട്ടു വളർത്താം ഒരു പഴച്ചെടിയെങ്കിലും നമ്മുടെ തൊടിയിൽ, നമ്മുടെ കുട്ടികൾക്കായി.